തുർക്കിയും അമേരിക്കയും തമ്മിൽ ഇടയുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുർക്കിയും അമേരിക്കയും തമ്മിൽ, ഒരു നാറ്റോ സഖ്യരാജ്യമായ തുർക്കിയുമായിട്ട് അമേരിക്കയ്ക്ക് എന്താണ് പ്രശ്നം? നാറ്റോ സഖ്യരാജ്യം തന്നെയാണ് തുർക്കി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇതൊരു ഏഷ്യൻ രാജ്യം കൂടിയാണ് തുർക്കി. അപ്പോൾ ഏഷ്യൻ അർദ്ധ യൂറോപ്യൻ രാജ്യം എന്ന് വിശേഷം. അപ്പോൾ അവിടെ ചൈനയ്ക്കാണ് അമേരിക്കയിൽ കൂടുതൽ അവർക്ക് സൗഹൃദം സ്ഥാപിക്കാൻ എളുപ്പം ചൈനയാണെന്നുള്ളതാണ്. അപ്പോൾ ചൈനയുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും തുർക്കി ചില ഒളിസേവയൊക്കെ നടത്തുന്നു എന്നുള്ളത് ട്രംപിന് പിടികിട്ടി. അങ്ങനെ ട്രംപ് തുർക്കിക്ക് ഒരു കൃത്യമായൊരു മുന്നറിയിപ്പ് കൊടുത്തു. ചൈനയുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടിയാൽ അല്ലെങ്കിൽ ഇടപാട് നടത്തിയാൽ കടുത്ത പ്രതിസന്ധി നിങ്ങൾ നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ തുർക്കി അത് വകവച്ചില്ല. ചൈനയുമായിട്ട്, പ്രത്യേകിച്ച് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ചകൾ ഉറുദുഖാൻ നടത്തുകയൊക്കെ ചെയ്തു. വലിയ തരത്തിലുള്ള പരസ്പര ധാരണകളൊക്കെ വെക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോയപ്പോൾ അമേരിക്ക ഒരു നിലപാടെടുത്തു. ഇവർക്കെതിരെ, ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച അതേപോലെ ഒരു വ്യാപാര യുദ്ധം അല്ലെങ്കിൽ നികുതി പരിഷ്കരണം തുർക്കിക്കും കൊടുത്തു. അതുകൂടാതെ തുർക്കി ധാരാളമായി അമേരിക്കൻ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രമാണ്. നാറ്റോ സഖ്യ രാഷ്ട്രങ്ങളിൽ സൈനികമായിട്ട് ഏറെ പ്രബലമായ, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയോ മറ്റോ പ്രബല സൈനിക ശക്തിയാണ് തുർക്കി. അപ്പോൾ അത്തരത്തിൽ തുർക്കിക്ക് ഇനിയുള്ള സൈനിക സഹായങ്ങൾ, ചൈനയുമായിട്ട് കൂട്ടുകൂടിയാൽ അത് അപകടമാണല്ലോ. അപ്പോൾ തുർക്കിക്ക് കൊടുത്തിരുന്ന സൈനിക ഉപകരണങ്ങളുടെ വിതരണം അത് അമേരിക്ക തൽക്കാലം വെട്ടിക്കുറച്ചു. അതുമാത്രമല്ല, ഇതിനോടകം നൽകി കൊടുത്തിട്ടുള്ള ചില യുദ്ധോപകരണങ്ങളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ F-16 യുദ്ധവിമാനങ്ങളുണ്ട്. അതുകൂടാതെ ഈ ബ്ലാക്ക് ഹോക്ക് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് സാമഗ്രികളൊന്നും തൽക്കാലം തുർക്കിക്ക് കൊടുക്കണ്ട എന്നൊരു നിലപാടാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രതിരോധ സാമഗ്രികളുടെ ഈ സ്പെയർ പാർട്സ് എങ്കിൽ പോലും അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ തുർക്കിയെ സംബന്ധിച്ച് അത് അവരുടെ സൈന്യത്തെ വളരെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്നിരുന്നാലും അവർ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം വാഷിങ്ടൺ പോസ്റ്റ് അമേരിക്കയിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനമാണ്. അവർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം തുർക്കി അമേരിക്ക ഉപേക്ഷിച്ച് ചൈനയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നു എന്നുള്ളതാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇത്തരത്തിൽ അമേരിക്ക അവരുടെ ഈ വ്യാപാര നയം സംബന്ധിച്ചെടുത്ത അല്ലെങ്കിൽ ട്രംപിൻ്റെ വളരെ പ്രാകൃതമായ നയപരിപാടികൾ മൂലം അവരുടെ മറ്റൊരു സൗഹൃദ രാഷ്ട്രമായ തുർക്കിയും അവരെ വിട്ടിട്ട് പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വാഷിങ്ടൺ പോസ്റ്റ് നൽകിയേക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഒരു വലിയൊരു നികുതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തുർക്കിയെ സംബന്ധിച്ച് അവരുടെ ഉരുക്ക് മേഖല അല്ലെങ്കിൽ തുണിത്തരം, തുർക്കി എന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗത വസ്ത്ര ഇനങ്ങൾ നിർമ്മിക്കാൻ വളരെ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കയറ്റുമതി, ഉരുക്ക് തുണിത്തരങ്ങൾ, ഇതിൻ്റെയൊക്കെ കയറ്റുമതി വല്ലാണ്ട് ബാധിക്കും തുർക്കിയെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്ത് ചൈന രംഗപ്രവേശം ചെയ്തു. കാരണം തുർക്കി വലിയ രീതിയിലൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിന് കാരണം അവരുടെ വല്ലാത്തൊരു പണപ്പെരുപ്പം അവർ അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ കറൻസിയായ ലിറ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ വിലയിടിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് ചൈന അങ്ങോട്ട് വന്നിട്ട് തുർക്കിക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുക, $20 ബില്യൺ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നു. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള പദ്ധതികൾ, അതായത് $20 ബില്യൺ വായ്പ കൊടുക്കുന്നു. ഒരുപാട് നിക്ഷേപ പദ്ധതികൾ ചൈന ഓഫർ ചെയ്യുന്നു. അതുകൂടാതെ ഊർജ്ജ മേഖല, സൈനിക സഹകരണം, പിന്നെ ചൈനയുടെ കറൻസിയായ യുവൻ്റെ കൈമാറ്റം, അതിൻ്റെ വിനിയോഗം, ഇതൊക്കെ സംബന്ധിച്ച് തുർക്കിയുമായിട്ട് ദീർഘകാല കരാറുകളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അവർ ദോഹയിൽ ഒരു കൂടിക്കാഴ്ച നടത്തി പല മേഖലകളെക്കുറിച്ചും അവർ ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ തുർക്കിയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു സഹകരണവും പങ്കാളിത്തവും ചൈന ഉറപ്പിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി അമേരിക്ക കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോയിട്ടാണ് ഇന്ത്യക്കെതിരെ എടുത്ത സമാനമായ ഒരു നിലപാട് തുർക്കിക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ തുർക്കി ജനത ഈ ഒരു നീക്കത്തെ സർവാത്മന പിന്തുണയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒരു സർവേ നടത്തിയപ്പോൾ തുർക്കി ജനതയിൽ ഏതാണ്ട് 55% പേരും ചൈനയാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായ പങ്കാളി, എല്ലാ മേഖലയിലും സഹകരിക്കാൻ പറ്റുന്ന രാജ്യം ചൈനയാണെന്നുള്ളത് 55% പേര് നിലപാടെടുക്കുമ്പോൾ ട്രംപിൻ്റെ ഭരണകൂടത്തിന് കീഴിലുള്ള അമേരിക്കയ്ക്ക് ജനപ്രീതി വെറും 23% മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ തുർക്കി വലിയ രീതിയിൽ എന്താ പറയുക, അമേരിക്കയുമായിട്ട്, നാറ്റോ സഖ്യ രാജ്യം കൂടിയാണ്, തന്ത്രപ്രധാനമായി പല അമേരിക്കയുടെ നീക്കങ്ങൾക്കും സൈനികമായ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. അവരും ഇപ്പോൾ അമേരിക്കൻ പക്ഷത്തു നിന്ന് മാറി
ചൈനയോടൊപ്പം ചേരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ, ചൈന, റഷ്യ ആ ഒരു സഖ്യത്തോടൊപ്പം നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു സംഗതിയും കൂടി ഉണ്ടായി. ഈ പിന്നെ തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ അദ്ദേഹം 5 വർഷത്തിന് ശേഷം ചൈനയിലോട്ടൊരു സന്ദർശനം നടത്തി. അതും ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. അവിടെ ഈ ഇത്തവണ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ഈ ഇന്ത്യ, ചൈന, റഷ്യ സഖ്യത്തിൻ്റെ രൂപീകരണം, അല്ലെങ്കിൽ അത് മറനീക്കി പുറത്തു വന്ന ഒരു സമ്മേളനം കൂടിയാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 5 വർഷത്തിന് ശേഷം ഉർദുഗാൻ ചൈനയിലേക്ക് പോയി. അപ്പോൾ അമേരിക്കയ്ക്കെതിരെയുള്ള കർശനമായ അമേരിക്ക എടുത്ത ഈ ഇത്തരം പ്രതികാര നടപടികൾക്കുള്ള കൃത്യമായ വിയോജിപ്പ് കൂടിയാണ്. കാര്യം ഇന്ത്യ, ചൈന, റഷ്യ സഖ്യം അത് പ്രബലമാകുന്ന ആ ഒരു പ്രതീതി ഉണ്ടാകുന്ന ഒരു സമ്മേളനത്തിൽ ഉർദുഗാൻ നേരിട്ട് പോയി പങ്കെടുത്ത് അവരുടെ ഒരു അനുഭാവം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ കൂടി നോക്കിയാൽ ഇനി പഴയ പോലെ അമേരിക്ക, തുർക്കി ആ ഒരു സൗഹൃദം, പഴയ ഒരു ഊഷ്മളതയും അല്ലെങ്കിൽ ആ ഒരു ഹരിതാഭയും ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവരും ചൈന നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ, റഷ്യ സഖ്യം നേതൃത്വം കൊടുക്കുന്ന ചേരിക്കൊപ്പം നിൽക്കുന്നു വേണം നമ്മൾ പറയാൻ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു കഷ്ടകാലം പിടിച്ച ശനി ബാധിച്ച സമയമാണെന്ന് തോന്നുന്നു. ട്രംപ് ബാധിച്ച സമയമാണ്, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ ഒരു അനിഷ്ടം സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് നിലനിൽക്കുമ്പോൾ മറ്റ് നാറ്റോ രാജ്യങ്ങളെ കൂടി പിണക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് വലിയ അബദ്ധമായിട്ട് മാറില്ലേ? ഉറപ്പായിട്ടും. കാര്യം ട്രംപിൻ്റെ വിശ്വസ്തരെന്ന് കരുതിയിരുന്നവർ പോലും, പഴയ 1-ാം ട്രംപിനെ അവരോധിക്കാൻ വേണ്ടി രാപകൽ അധ്വാനിച്ചിരുന്നവർ പോലും, 2-ാം ട്രംപിനെ അവരോധിക്കാനായിട്ട് രാപകൽ അധ്വാനിച്ച ഇലോൺ മസ്ക് പോലും ട്രംപിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഏഷ്യയിലെ ഉറ്റ പങ്കാളിയായിരുന്നു. കാര്യം റഷ്യ, ചൈന ഇത് രണ്ടും അമേരിക്കയ്ക്ക് ശത്രു രാജ്യങ്ങളാണ്. അപ്പോൾ ഇവർക്കെതിരെ അണിനിരത്താൻ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യ അവരോടൊപ്പം സഖ്യം ചേരുന്നത് തന്ത്രപരമായി അമേരിക്ക വളരെ ഇടപെടലുകൾ നടത്തി ഇന്ത്യയെ ഒപ്പം നിർത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു 10-30 വർഷമായിട്ട് അമേരിക്ക നടത്തിയ അധ്വാനം മുഴുവൻ വെറും 30 ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി കൊടുത്ത ആളാണ് ട്രംപ്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പിഴവ് വരുത്തിയ ആളാണ് ട്രംപ് എന്നുള്ളത് അമേരിക്കയുടെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ തന്നെ പഴയ വിശ്വസ്തർ അടക്കം, അദ്ദേഹത്തിൻ്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ്, അദ്ദേഹത്തിൻ്റെ മുൻ UN അംബാസിഡർ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ നമ്മുടെ തുർക്കിക്കെതിരെ എടുത്ത് പ്രയോഗിക്കുന്നത്. കാര്യം ഈ നാറ്റോ സഖ്യ രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഈ അമേരിക്ക ലോക പോലീസ് ആണെങ്കിൽ അതിൻ്റെ പടയാളികളാണ് നാറ്റോ സഖ്യ രാജ്യങ്ങൾ. കാര്യം അമേരിക്ക നിർദ്ദേശിക്കുന്നിടത്തൊക്കെ പോയി സൈനികമായി ഇടപെടുക എന്നുള്ളതാണ് നാറ്റോയുടെ പണി. അപ്പോൾ അത്തരത്തിൽ അവിടെ ഏറ്റവും പ്രബലമായ 2ാമത്തെ സൈനിക ശക്തിയായ തുർക്കി ഇപ്പോൾ ശത്രുപക്ഷത്തേക്ക് പോകുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല.